സംസാരിക്കുവാൻ തുടങ്ങുന്നു. ആമേൻ. നമ്മുടെ ആധരങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരും. രണ്ട്, നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് എങ്ങനെ നമുക്ക് അറിയുവാൻ കഴിയും? ശക്തി വ്യാപരിക്കുവാൻ ഇടവരും. ശരീരത്തിൽ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ പലരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശരീരം ഒന്നും ചലിപ്പിക്കുവാൻ വയ്യാതെ, കൈയൊന്നും അടിക്കാൻ വയ്യാതെ സാധാരണ നിലയിൽ ഇരുന്നു കൊണ്ട് ശാന്തമായിട്ട് നിങ്ങൾ ആരാധിക്കുന്നത്? ആത്മാവിന്റെ ശക്തി നിങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്നില്ല. ആമേൻ. ശക്തി നിങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തെ വിട്ടുകൊടുത്ത് ആരാധിക്കുവാൻ കഴിയും. അതിലേക്ക് നിങ്ങൾ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തുടങ്ങിയത്. ഞാനും അങ്ങനെയൊക്കെ 18 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു കോൺഗ്രിഗേഷനിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ ബഹളം ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഭയപ്പെട്ടിരുന്നു, പേടിച്ചുപോയി. അടുത്തിരിക്കുന്നവർ വളരെ ശബ്ദമുയർത്തി കൈയടിച്ച് ആരാധിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരിക്കലും ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്നെ തന്നെ കർത്താവ് നിറയ്ക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. 18 വർഷമായിട്ട് ആത്മാവിൽ ഞാൻ ആരാധിക്കുകയാണ്. ഇന്ന് വരെ കൊതി തീർന്നിട്ടില്ല. അതിന്റെ സന്തോഷം എന്താണെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരേ ഗ്രൂപ്പിൽ പെട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആളിനെ ചേർക്കും. നിങ്ങളെ മൊത്തം ഇതിനകത്താക്കിച്ചേ ഞാൻ പോവുകയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കാൻ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ആമേൻ. അതാണ് നിറവെന്ന് പറയുന്നത്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യം നാം വായിക്കുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം. Jesus answered and said to him, Yes. Most assuredly I say to you, unless one is born again, he cannot see the kingdom of God. പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. പുതിയതായി ജനിക്കണം. കാണണമെങ്കിൽ പുതിയതായി ജനിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ താഴെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ അഞ്ചാമത്തെ വാക്യം വായിക്കുമോ? Jesus answered, Assuredly I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. Amen. അകത്തോട്ട് കയറുവാൻ, entering into the kingdom of God. ആമേൻ. നിങ്ങൾ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഒന്ന് ഞാൻ പറയുന്നു, ദൈവരാജ്യം കാണുക എന്ന് പറയുന്ന അനുഭവത്തിൽ നിൽക്കുവാനല്ല കർത്താവ് ഇതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് ആണ്. നീ അതിന്റെ അവകാശിയായി തീരുകയാണ്. നീ രക്ഷിക്കപ്പെട്ടു, നിനക്ക് ദൈവരാജ്യം കാണുവാൻ, ദൈവരാജ്യത്തിന്റെ ഭാഗമാകുവാൻ നിനക്ക് കഴിഞ്ഞു. എന്നാൽ ദൈവരാജ്യത്തിൽ നീ അവകാശിയായി തീരണം. നീ അതിനകത്ത് പ്രവേശിക്കണം. ഇൻഹെറിറ്ററായി തീരണം. ഇൻഹെറിറ്ററായി തീരണമെന്നുണ്ടെങ്കിൽ ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ആ ആത്മശക്തിയെ കർത്താവ് നിന്റെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവ്, നിന്റെ മനസ്സ്, നിന്റെ ശരീരം, 3 മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവജനത്തിൽ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല ടേംസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില ടേംസ് നമ്മൾ നോക്കി വിശദീകരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 അതിന്റെ 2:38 ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിസീവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ്. ദാനം, പരിശുദ്ധാത്മാവ് ദാനമാകുന്നതിനാൽ ദൈവമാണ് ആ ദാനം നൽകുന്നത്. ആ ദാനം നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദാനത്തെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും വിചാരിച്ചു. സജീവൻ ഞാൻ ഈ മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ ഞാനാണ് ദാനം കൊടുക്കുന്നത്, സജീവാണ് സ്വീകരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത്? ഇത് പൂർത്തിയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? Just receive. Yes. So ഈ റിസീവിംഗിലാണ് ഇത് പൂർത്തിയാകുന്നത്. Praise the Lord. I am the giver and he is the receiver. കർത്താവ് ഓൾറെഡി തന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. ആരുടെ ചുമതലയാണ് സ്വീകരിക്കുക എന്നത്? നമ്മുടെ ചുമതലയാണ് സ്വീകരിക്കുക എന്നുള്ളത്. Praise the Lord. Hallelujah.
ആമേൻ. ചില ഇടങ്ങളിൽ ചില പറയും, ഓ ഞാൻ 20 വർഷമായി പെന്തിക്കോസ്ത് സഭയിലാണ് കൂടുന്നത്, കർത്താവിന് ഇതുവരെ സമയമായി കാണത്തില്ല എന്നെ അഭിഷേകം ചെയ്യുവാൻ. നോ, നിന്നെ ഇന്ന് നിറയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അഭിഷേകം ചെയ്യുക എന്നുള്ളത് നീ മാറ്റിവെക്കേണ്ട ഒരു കാര്യമേ അല്ല. അത് രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. നാം ആണ് സ്വീകരിക്കേണ്ടത്. ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആരും ഉപവസിക്കേണ്ട, അല്ലെങ്കിൽ ആരും കാത്തിരിക്കേണ്ട. ആരാണ് യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൽ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇനി പരിശുദ്ധാത്മാവ് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവുള്ളതിനാൽ അവിടുന്ന് കാത്തിരിക്കുകയാണ്. എന്നാണ് ഇവന്റെ അധരമൊന്ന് വിട്ടുതരുന്നത്? എന്നാണ് ഇവന്റെ കൈകളൊന്ന് വിട്ടുതരുന്നത്? നീ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടുന്ന് നിന്റെ അധരത്തെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. നിന്റെ കൈകളെ സ്പർശിക്കുവാൻ വിശ്വസ്തനാണ്. നിന്റെ മനസ്സിനെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. നിന്റെ ശരീരത്തെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. റിസീവിംഗ് ദി ഹോളി സ്പിരിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപമ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉപമ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ വന്നിട്ട് വീട്ടുവാതിക്കൽ മുട്ടിക്കിട്ട് തന്റെ സുഹൃത്തിനോട് അർദ്ധരാത്രിയിൽ അപ്പം ചോദിക്കുകയാണ്. അപ്പം ചോദിക്കുന്ന സന്ദർഭത്തില് രാത്രിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ മനസ്സില്ല. എന്നാൽ ചോദിക്കുന്ന മനുഷ്യന് നാണമില്ലാത്തവനാകുന്നതിനാൽ അവൻ വീണ്ടും വീണ്ടും മുട്ടി ചോദിക്കുന്നത് കൊണ്ട് അകത്ത് കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് അവനപ്പം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് അന്നത്തെ കാലം ഒറ്റമുറി വീടാണ്. എന്തും നമുക്ക് വടക്കേ ഇന്ത്യയിൽ പോയാൽ ഒറ്റമുറി വീട് കാണുവാൻ കഴിയും. ഈ ഒറ്റമുറി വീട് എന്തുകൊണ്ടാണ് ഈ വീട്ടുടയവൻ വാതിൽ തുറക്കാതിരുന്നത് നിങ്ങൾക്കറിയാമോ? ഒറ്റമുറി വീടാണ്. ഇവന്റെ ഭാര്യ അവിടെ കിടക്കുന്നു, കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നു, അവന്റെ കോഴി അതിനകത്താ, ആട് അതിനകത്താ, പട്ടി അതിനകത്താ, പൂച്ചി അതിനകത്താ. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീടുകൾ ഇന്നും വടക്കേ ഇന്ത്യയിൽ കാണുവാൻ കഴിയും. വാതിൽ തുറന്നാൽ രാത്രി കോഴി പുറത്തെയാടും, ആട് പുറത്തെയാടും, പൂച്ച പുറത്തെയാടും. ഇവൻ ഇതിന്റെ പുറകെ ഓടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മനഃപൂർവ്വം പറഞ്ഞത്, എനിക്കിപ്പോ വന്ന് തുറന്നു തരുവാൻ മനസ്സില്ല. എന്നാൽ പുറത്തു നിൽക്കുന്നവൻ അതിലും അവന്റെ ആ തീരുമാനശേഷി വളരെ ശക്തമാണ്. അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് പറയുകയാണ്, ഞാൻ തന്നിട്ടല്ലാതെ പോകത്തില്ല. ആമേൻ. നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകി തരും. പ്രൈസ് ദി ലോർഡ്. വാദമുള്ള ദൈവത്തെ സ്തുതിച്ച്, കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിച്ച്, കരങ്ങളടിച്ച് വാദം ദൈവത്തെ സ്തുതിച്ച്. പ്രത്യേകമായി ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മേൽ അഭിഷേകം, കർത്താവിന്റെ അഭിഷേകം ഒഴുകുന്നതായിട്ട്, എണ്ണ നിങ്ങളുടെ തലവേൽ ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഒഴുകുകയാണ്.
നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടങ്ങളല്ല. ആ നഷ്ടങ്ങൾ പുതിയ പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടിയുള്ള പടികളാണ്. ആ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിൽ അധികമായൊരു കൊള്ള കർത്താവ് തരുവാൻ വിശ്വസ്തനാണ്. നിനക്ക് ഇന്ന് പകൽ കർത്താവ് ഒരു കൊള്ള തരുവാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ 1000 മടങ്ങ് കർത്താവിന്റെ മേൽ പകരുവാൻ പോകാം. പ്രാപിച്ചു. ഒരു പുത്തൻ സ്പർശനം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അളവ്, ഒരു പുത്തൻ അളവ്, ഒരു പുത്തൻ അളവ്, ഒരു പുത്തൻ അളവ്. ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അളവ്, പുത്തൻ അളവ്. നമ്മുടെ ശക്തി, പുത്തൻ അളവ്. Take it. Take it. Take it. തിരിച്ചു പിടിക്കണം എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. കർത്താവിന്റെ റൂട്ട് മാറ്റാൻ പോകുകയാണ്. അവയെ ദിശകളെ മാറ്റുവാൻ പോകുകയാണ്. വ്യക്തമാകുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ പോകുകയാണ്. ഒരു കൃത്യമാകുന്ന ദർശനം പരിശുദ്ധാത്മാവ് നിനക്ക് തരുവാൻ പോകുകയാണ്. നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഏൽപ്പിക്കാൻ പോകുകയാണ്. ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ആ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ തുടക്കം എന്നുള്ള നിലയിലാണ് നിന്റെ മേൽ ഉയർന്ന അളവിൽ അഭിഷേകം വരുന്നത്. സമാധാന ഭാവിക്കുവാൻ വകയുള്ളവർ പ്രാപിച്ചു. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അവിടുന്ന് ദാനമാകുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിന്റെ ശരീരത്തിൽ ദൈവശക്തി നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ശക്തി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഈൽഡ് ചെയ്ത് കൊടുത്ത് ഈ 2 കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് അയക്കുകയാണ്. നിങ്ങളെ കുറിച്ച് ചില ഉദ്ദേശങ്ങൾ കർത്താവിനുള്ളത് കൊണ്ടാണ് കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നത്. യാചന വൽക്കമതന കർത്താവ് അവരുടെ ശരീരങ്ങളെ സ്പർശിക്കണമേ, അവരുടെ ആത്മാവിനെ സ്പർശിക്കണമേ, അവരുടെ മനസ്സിനെ സ്പർശിക്കണമേ. ദുഷ്ടതകളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന തടസ്സങ്ങളുടെ മതിലുകൾ തുഞ്ഞുപോകട്ടെ. അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സകലവിധമാകുന്ന പ്രതിസന്ധികളുടെ തോന്നങ്ങൾ ഉൾക്കൊണ്ട് തുഞ്ഞുപോകട്ടെ. വിശ്വാസത്തിലുള്ള പ്രതിസന്ധികളാണ് സാധിക്കുന്ന ദുഷ്ട സകല ഇപ്പോൾ
the Lord. ലൂക്കോസ് 11 നമുക്കപ്പോൾ കാണുവാൻ കിട്ടി യാചിപ്പീൻ എന്നാണ്. യാചിപ്പീൻ, ഈ മലയാള ട്രാൻസ്ലേഷനിൽ യാചിപ്പീൻ എന്ന് വന്നത് ട്രാൻസ്ലേഷൻ പറ്റിയ പിശകാണ്. ചോദിപ്പീൻ എന്നാണ് അതിൽ. യാചന എപ്പോഴും യാചകന്മാരാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പുത്രന്മാരാണ്. ഞാൻ ചോദിക്കുകയാണ്, ആസ്ക് ആണ്. അവൻ യാചിക്കുകയല്ല, ആസ്ക്. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് നീ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ, നിന്റെ ആത്മാവിന് ജീവൻ ലഭിച്ച വ്യക്തിയാണ്, പാപത്തെ ജയിച്ച് ജീവിക്കുവാനുള്ള ദൈവശക്തി നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ നിറച്ചിരിക്കും. Praise the Lord. Amen. Receiving the Holy Spirit. മറ്റൊരു ടേം നമുക്ക് കാണാൻ കഴിയുന്ന being anointed with the Holy Spirit. Anointed, അഭിഷേകം എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലാണ് അഭിഷേകം എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 38-ാം വാക്യത്തിൽ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം. എല്ലാവരും പറഞ്ഞ അഭിഷേകം. ഈ വാക്ക് വളരെ അർത്ഥ വ്യാപ്തിയുള്ള ഒരു വാക്കാണ്. വിശദീകരിക്കുവാൻ സമയം കിട്ടുമ്പോൾ ഞാൻ കുറെ കൂടെ വിശദീകരിക്കുന്നതായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഒരു പഴയ നിയമ ടേമാണ്. അനോയിന്റിംഗ് എന്നുള്ളത് സാധാരണ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ രാജാവിനെ എണ്ണ ഒഴിച്ചാണ് അഭിഷേകം ചെയ്തിരുന്നത്, പുരോഹിതനെ എണ്ണ ഒഴിച്ചാണ് അഭിഷേകം ചെയ്തിരുന്നത്, പ്രവാചകനെ എണ്ണ ഒഴിച്ചാണ് അഭിഷേകം ചെയ്തിരുന്നത്. അഭിഷേകം ചെയ്യുന്നതോടുകൂടെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ആ ആളിനെ വേർതിരിക്കുന്നു. അതാണ് അതിന്റെ വ്യക്തമാകുന്ന അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം അതിന്റെ 30-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാം സുഗന്ധവർഗങ്ങൾ കൊണ്ടാണ് അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. സുഗന്ധപൂരിതമാകുന്ന അഭിഷേക തൈലമാണ്. അത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം ഈ 30-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ 30-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞമൂരും അവയിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വടനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അത്ര ശ്രേഷ്ഠമാകുന്ന അഭിഷേക തൈലമാണ് പുരോഹിതന്റെ തലമേൽ ഒഴിച്ചിരുന്നത്, പ്രവാചകന്റെ തലമേൽ ഒഴിച്ചിരുന്നത്, രാജാവിന്റെ തലമേൽ ഒഴിച്ചിരുന്നത്. ആ അഭിഷേക തൈലം വീഴുന്നതോടുകൂടെ അവനെ ആ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. ആ അഭിഷേക തൈലമാണ് നമ്മുടെ മേൽ ഒഴുകുവാൻ പോകുന്നത്. ഒരുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആ അഭിഷേക തൈലം അവന്റെ വ്യക്തിത്വത്തിലൂടെ ഒഴുകുകയാണ്, അവന്റെ ദൗത്യങ്ങളിലേക്ക് ഒഴുകുകയാണ്. നിങ്ങൾ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പോവുകയാണെങ്കിൽ അവിടെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്യുന്നത് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ തൈലക്കൊമ്പിൽ നിന്ന് തൈലം, അഭിഷേക തൈലം, തൈലക്കൊമ്പെടുത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ എണ്ണ വീണപ്പോൾ തന്നെ അടുത്ത വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര മിടുക്കുള്ളവരാണെങ്കിലും, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദൗത്യങ്ങളും വിജയമായി തീരുവാൻ നിങ്ങൾക്ക് അഭിഷേകം ആവശ്യമാണ്. ഞങ്ങളൊക്കെ അവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് മുറ്റം തൂക്കുവാൻ, മുറി തുടയ്ക്കാനും ഒക്കെ അഭിഷേകം ആവശ്യമാണ്. പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമല്ല അഭിഷേകം ആവശ്യമായിരിക്കുന്നത്. നീ ഒരു ദൈവവൈദ്യനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ നിനക്ക് ഒരു അഭിഷേകം ആവശ്യമാണ്. അതിന്റെ ഓഫീസിലെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുവാൻ നിനക്ക് അഭിഷേകം ആവശ്യമാണ്. എന്താണ് അതിന്റെ ഏറ്റവും ആഴമുള്ള അർത്ഥം എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴും കർത്താവിന് ഡിപ്പെൻഡന്റ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്
സ്വതന്ത്ര ജീവിതം നയിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ദൈവം വേണ്ട അവർക്ക്. ഈ ലോകത്തിൽ ആർക്കും ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയത്തില്ല. ആ സത്യം ഞാൻ പറയട്ടെ. ലോകത്തിൽ ആരാൻ പറയും ഞങ്ങൾക്ക് ദൈവമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും ന്യൂട്രൽ അല്ല. നീ ദൈവമില്ലാത്തവനാണെങ്കിൽ നിന്റെ കൂടെ 1000 പിശാചുണ്ട്. ഓ, നീ ദൈവത്തിൽ ഡിപ്പെൻഡന്റ് അല്ലെന്നുണ്ടെങ്കിൽ നീ പിശാചിന്റെ ഡിപ്പെൻഡന്റാ, പിശാചിന്റെ അടിമയാണ് നീ. ഹല്ലേലൂയ. ഇന്നെങ്കിലും ആ അടിമത്തം നിന്റെ മേലുണ്ടെങ്കിൽ ആ ബന്ധനത്തെ നീ പൊട്ടിച്ചതിന് ശേഷം എനിക്ക് അങ്ങയുടെ അഭിഷേകം വേണമെന്ന് പറഞ്ഞാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അയക്കുവാൻ വിശ്വസ്തനാണ്. മനഃപൂർവ്വമായിട്ട് നാം എല്ലാ കാര്യത്തിനും ദൈവത്തിൽ ഡിപ്പെൻഡന്റ് ആയിക്കൊള്ളണം. ഓസ്ട്രേലിയയിലെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡന്റ് ആകേണ്ട ആവശ്യമില്ല. നമുക്ക് കാലുണ്ട്, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് കാറുണ്ട്, നമുക്ക് വീടുണ്ട്. പക്ഷെ ഗുരുതരമാകുന്ന അപകടമാണ്. നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ദൈവത്തിന് വേണ്ടിയുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ കാശിന് നടക്കാൻ ചെയ്യാൻ കഴിയാത്ത സംഭവം നിന്റെ ജീവിതത്തിൽ. നിന്റെ വീട് കൊണ്ടോ കാശ് കൊണ്ടോ പിടിപാട് കൊണ്ടോ ഒന്നും പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നം വരുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് എനിക്ക് ദൈവത്തെ വേണമേ. എന്തിനാ ആ അലമുറയ്ക്ക് പോകുന്നത്? അതിന് മുന്നമേ നിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും നീ കർത്താവിൽ ഡിപ്പെൻഡന്റ് ആകുകയാണെങ്കിൽ സുഭിക്ഷമായ കർത്താവിന്റെ അഭിഷേകം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞായറാഴ്ച നമുക്ക് സഭായോഗത്തിൽ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് TV കൂടെ ആരാധിക്കാമല്ലോ. നോ, നീ അപകടകരമാകുന്ന ഒരു ഭാവി വിളിച്ചു വരുത്തുവാൻ ഇടവരരുത്. നിന്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെട്ട ജീവിതം, കർത്താവിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവിതം. കർത്താവെ ഓസ്ട്രേലിയൻ ഡോളറിൽ എന്നെ സഹായിക്കുവാൻ പോകുന്നത്, ഇവിടുത്തെ PR എന്നെ സഹായിക്കുവാൻ പോകുന്നത്, ഇവിടുത്തെ വീടിൽ എന്നെ സഹായിക്കുവാൻ പോകുന്നത്, ഇവിടുത്തെ ജോലിയിൽ എന്നെ സഹായിക്കുവാൻ പോകുന്നത്, എനിക്ക് എന്റെ ചെറിയ ചലനങ്ങൾക്ക് പോലും അങ്ങയുടെ അഭിഷേകം ആവശ്യമാണ്. അങ്ങയുടെ അഭിഷേകം ആവശ്യമാണ്. അഭിഷേകം എനിക്ക് ആവശ്യമാണ്. അഭിഷേകം
സ്തുതിക്കാൻ കഴിയാത്തവരാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്യണം. കൈയടിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അത് കുഴപ്പമില്ല. ഞാനിങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെ പിടിച്ച് കിട്ടുന്ന പലതുമുണ്ട്. കൈയൊക്കെ പിടിച്ച് ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ കൈ ചലിക്കത്തില്ല. ദൈവസന്നിധി വന്ന് ഉറങ്ങുന്നവരുണ്ട്. അവരെ നേരെ സിനിമയുടെ മുട്ടിക്കൊണ്ടിരിക്കുന്ന അവർ ഉറങ്ങത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ വരുമ്പോൾ അവരെ ആ പല കാര്യങ്ങളും പിടിച്ച് വലിക്കുകയും അതിന് നമ്മൾ പൊട്ടിക്കണം. സ്ലോലി നമുക്ക് പൊട്ടിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഈ കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് വരുന്നവർ, ഇന്നിവിടെ ആയിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാ തുറക്കാൻ വലുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ സ്ലോലി നിങ്ങൾ വാ തുറക്കണം. സ്തോത്രം പറയണം. സ്തോത്രം 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 പറയണം. അപ്പൊ വാ ഫ്രീ ആണ്. വായാണ് ഏറ്റവും അധികം ഫ്രീ ആകുന്നത്. ശബ്ദം ഫ്രീ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ കൈ ഒന്ന് അടിച്ചു നോക്കണം. കൈ ഒന്ന് നല്ലപോലെ അടിച്ചു നോക്കണം. കൈ സ്ലോലി അടിച്ച് തുടങ്ങണം. തുടങ്ങുമ്പോൾ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഈ ശക്തി അനുഭവിക്കാൻ കഴിയും. ഇത് ഞാൻ പറയട്ടെ, ലോകത്തിൽ നിങ്ങൾ 10 കോടി ഓസ്ട്രേലിയൻ ഡോളർ കിട്ടിയാലും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കും. ഇതൊരു മഹാസന്തോഷം. അതോടൊന്നിച്ച് തന്നെ ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനോജ് ബ്രദറിനെ കുറിച്ചൊക്കെ എനിക്ക് പെട്ടെന്ന് വരുന്ന പുതിയ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പൊ അത് അവിടെ ഉണ്ടായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അത് തുറക്കപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ പുതിയ ഉറവകൾ തുറക്കപ്പെടുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവാത്മാവ് പുതിയ ഉറവകളെ തുറക്കുന്നു. മറ്റൊരു ആലോചനകൾ ചേർന്നിട്ടുള്ളവർ ഈ 5 പൗണ്ട് 2 മീനും അത് മൾട്ടിപ്ലിക്കേഷൻ നടന്നതുപോലെ ഉള്ളതിൻ്റെ മേൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ പോകും. 10 പേർക്കൊക്കെ ആയിരിക്കാം ദൈവജനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആയിരങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ആ കൃപകളെ കർത്താവ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ അഭിഷേകത്തിന്റെ പുലർത്തി മകന്റെ മേൽ ഈ മകന്റെ കുടുംബത്തിൽ സ്വീകരിച്ചു.
അഭിഷേകം എന്ന വാക്ക് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇതിൽ ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ആ മൂന്ന് പേരുകൾ, ജീസസ് സേവിയർ, ക്രൈസ്റ്റ് ദ അനോയിന്റഡ് വൺ, ആമേൻ, ആൻഡ് ലോർഡ്. കൈറോസ് എന്ന വാക്കാണ് അരാമിക്കിൽ വരുന്നത്. കൈറോസ് 700-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈക്വലന്റ് ടു യാഹ്വേ, ലോർഡ്, ആമേൻ. ഈ മൂന്ന് നാമങ്ങൾ യേശുവിനുണ്ട്. അതിന്റെ രണ്ടാമത്തെ നാമം നോക്കുന്ന ക്രൈസ്റ്റ്, മസിഹ. മസിഹയുടെ ദൗത്യം എന്താണ്? അഭിഷേകം ചെയ്യുക. യേശുവിന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. ഒന്ന്, യേശു രക്ഷകൻ, ആളുകളെ രക്ഷിക്കുക. രക്ഷിച്ചതിന് ശേഷം രണ്ടാമത്തെ യേശുവിന്റെ ദൗത്യം എന്താണെന്ന് അറിയാമോ? ക്രൈസ്റ്റ്, അഭിഷക്തൻ, അഭിഷേകം ചെയ്യുക. ആമേൻ. ആ അഭിഷക്തനാണ് നമ്മെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യർക്ക് നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിടെ ഉള്ളതിനാൽ നിങ്ങൾ യേശുവിൽ നിന്ന് ആഗ്രഹിച്ചാൽ, സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ യേശു അഭിഷേകം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പോകുന്നു. മറ്റൊരു ടൈം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് to be filled with the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവരിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാ നിറവെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിനാൽ ഒരു സഭയാണെന്നുണ്ടെങ്കിൽ സഭയിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിരിക്കണം. ചർച്ച എന്നുള്ളതിന്റെ ഡെഫിനേഷൻ തന്നെ ആത്മസ്നാനമാണ് സഭയുടെ ഭാഗമാക്കി ഒരാളെ തീർക്കുന്നത്. സഭ, മണവാട്ടി എന്ന ആ സഭയുടെ ഭാഗമായി തീർന്നു. രക്ഷിക്കപ്പെട്ടവർ എല്ലാ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുന്നത്. നിരകളിൽ വ്യത്യാസമുണ്ട്. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. നിരകളിൽ വ്യത്യാസമുണ്ട്, മഹിമയിൽ വ്യത്യാസമുണ്ട്. ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ മണവാട്ടിയായി തീരേണ്ടത് ആവശ്യമാണ്. മണവാട്ടിയായി തീരണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ് മണവാട്ടിയായി തീരുന്നത്. അത് തുടക്കമാണ്. ആമേൻ. അതിനാലാണ് അപ്പോസ്തലപ്രവൃത്തി 2:4 പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയുന്നു. 4-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിറമെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആമേൻ. നിറവ്. ആമേൻ. ആ നിറവ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ നാം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് നിറഞ്ഞു എന്ന് പറയുമ്പോൾ വക്കോളം എത്തിയിട്ട് അത് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമുണ്ട്. ആ കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. ആ കവിഞ്ഞൊഴുകുമ്പോഴാണ് നമ്മുടെ അധരത്തിൽ നമുക്ക് സ്തുതി വർദ്ധിക്കുവാനിട വരുന്നത്, അന്യഭാഷ സ്പോണ്ടേനിയസ് ആകുവാനിട വരുന്നത്. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നൊരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു അന്യഭാഷ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഇനിയും കൂടുതൽ പറയുവാൻ കഴിയുകയില്ല എന്നല്ല. ആ നിറവിന്റെ ആരംഭമാണ് നാം നിറയുമ്പോൾ തുടങ്ങുന്നത്. നിറയുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിറവിന്റെ ഒരു ആരംഭമാണ്. വീണ്ടും വീണ്ടും നാം ഈൽഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം നമുക്ക് നിറയുവാൻ കഴിയും. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന് തന്നെ മാറ്റം വരുമ്പോൾ, നമ്മുടെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ പോകുമ്പോൾ ആ ഇടങ്ങളെല്ലാം പരിശുദ്ധാത്മ നിറവിന് പ്രാപ്തിയുള്ള ഇടമായി തീരുകയാണ്. ആമേൻ. നിറഞ്ഞവർ തന്നെ വിശ്വസിക്കണം, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ നിറവ് പ്രാപിക്കുവാൻ കഴിയും. ആമേൻ. 18 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ നിറഞ്ഞത്. പക്ഷേ എന്റെ ഇപ്പോഴുമുള്ള പ്രാർത്ഥന എന്താണ്? അധികം വേണം കർത്താവേ, അധികം തരണം കർത്താവേ, അധികം അങ്ങയുടെ നിറവിനെ എന്റെ മേൽ പകരണമേ. അതിന്റെ പരിണത ഫലമായി പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് അനുഭവിക്കാൻ തന്നെ കഴിയുന്നുണ്ട് അഭിഷേകത്തിന്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നത്. സാന്നിധ്യത്തിന്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നത്, വചനത്തിന്റെ പ്രവാഹത്തിൽ മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഒരു സാന്നിധ്യം അന്തരീക്ഷത്തെ മാറ്റുന്ന അവസ്ഥ. അവൻ ഞാൻ ചില ഇടങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചിലോട്ട് ചേർന്നുണ്ട്. ചർച്ചിന്റെ പുറത്ത് നിൽക്കുമ്പോൾ വളരെ സാധാരണ നില, ചർച്ചിന്റെ അകത്തോട്ട് കയറുമ്പോൾ അഗ്നി കത്തുന്നത് പോലും ആത്മസാന്നിധ്യം കയറിക്കും.
Hallelujah. Amen. Praise the Lord. ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഇടത്ത് കടന്നു നിന്നപ്പോൾ അവിടെ സാധാരണമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ആ ചർച്ചിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ പെട്ടെന്ന് അന്തരീക്ഷം മാറുവാനിടയായി. ഓ യെസ്, ആമേൻ. വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ മേൽ ഉള്ള നിറവ് വർദ്ധിക്കുവാൻ പോകുകയാണ്. ഒരിക്കൽ ഞാൻ വാഹനത്തിൽ കയറി, എൻ്റെ കാറിൽ കയറി യാത്ര കൊണ്ട് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ പുറത്തുനിന്ന് അരുണാചലിൽ നിന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അവർ വന്ന് എൻ്റെ കാറിനകത്തോട്ട് കയറി സീറ്റിലോട്ടിരുന്നു. ഓ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അറിയില്ല, ഈ കാറിനകത്ത് ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. വ്യക്തിപരമാകുന്ന ജീവിതം അതുകൊണ്ടാണ് this process is an ongoing process. ഞാൻ ഇന്നലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ശരി തന്നെ, നിറഞ്ഞു. പക്ഷേ നിനക്കൊരു ഫ്രഷ് ഫീലിംഗ് തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. Ephesians 5:18 അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Paul speaks of it in Ephesians 5 and verse 18. Be continuously being filled with the Spirit. Continuously filled with the Spirit. So ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് അല്ല, തുടർച്ചയായിട്ട്. Praise the Lord. തുടർച്ചയായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഡെയിലി സോഴ്സിൽ നിന്ന് നീ കുടിക്കുവാൻ തയ്യാറാണ്. ഇതുവരെ കുടിച്ചിട്ടില്ലാത്തവൻ എന്തെങ്കിലും കുടിക്കണം. ആമേൻ. നിനക്ക് തലയ്ക്ക് ലക്ക് പോണം. നീ കള്ളുകുടിയനെ പോലെ ലഹരി പിടിക്കണം നിനക്ക്. Praise the Lord. ലോകത്തിൽ ഒരു മദ്യത്തിനും തരുവാൻ കഴിയാത്ത ഒരു അത്ഭുതകരമാകുന്ന ലഹരി ആത്മസാന്നിധ്യത്തിൽ വെളിപ്പെടുവാനിടവരുന്നു. എന്നാൽ കുടിച്ചവരെ കുറിച്ച്, ആത്മാവിൽ നിറഞ്ഞവരെ കുറിച്ച് പറയുന്നത് ഡെയിലി ഈ സോഴ്സിൽ നിന്ന് കുടിക്കണം. Praise the Lord. ഓരോ ദിവസവും നീ ഫില്ലായിരിക്കണം. നീ നടന്നു പോകുമ്പോൾ നിന്നിൽ നിന്ന് സാന്നിധ്യം, അഭിഷേകം പുറപ്പെടേണ്ടത് ആവശ്യമാണ്. നിറവ് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. നിന്റെ വീട്ടിനകത്ത് കയറുമ്പോൾ മറ്റുള്ളവരറിയണം നിന്റെ വീടിനകത്ത് ആത്മ സാന്നിധ്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സഭയുടെ ഇവിടെ God
ബിസിനസ് പരിശുദ്ധാത്മാവിനാൽ നിറയാറുണ്ട്. നിങ്ങളുടെ സഭ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. സഭയുടെ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നിറവ്. ഹല്ലേലൂയ. ശൂന്യതകളിൽ നിന്നുള്ള വിടുതലാണ് നിറവ്. ആ നിറവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകത്താൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ടേം നമുക്ക് കാണുവാൻ കഴിയുന്നത്, സോ 3 ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് ഇത് സ്വീകരിക്കുവാൻ കഴിയും. 2 ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അഭിഷേകം. 3 ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇതൊക്കെ എത്ര ആഗ്രഹത്തോടുകൂടെ നിൽക്കുന്നത് തന്റെ ജനത്തെ നിറയ്ക്കുവാൻ വേണ്ടി. നമുക്ക് ചക്ക തുറങ്ങ മാങ്ങയുടെ ഒക്കെ നിറവാകേണ്ടത് അല്ല. ഷെയർ മാർക്കറ്റിലെ വിലയുടെ നിറവാണ് നമുക്ക് വേണ്ടത്. മൻ ഹൗസ് ഈ ലോകത്തിന്റെ ചപ്പ ചവറിന്റെ നിറവാ. നിന്നെ ചപ്പ ചവറാക്കും, നിന്നെ ലോകം ചപ്പ് ചവറാക്കും, നിന്നെ പെട്ടിക്കകത്താക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് ജീവന്റെ നിറവാണ്. മഹിമയുടെ നിറവാണ്, ആരാധനയുടെ നിറവാണ്. സ്വർഗീയ നിറവത്തിന്റെ മേൽ കഥാപായിരിക്കുന്നു. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം താൽക്കാലികമാണ്. പ്രിയമുള്ളവരെ, യേശു ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഈ പരിശുദ്ധാത്മ നിറവില്ലെന്നുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതം ഒരിക്കലും രുചിക്കുക പോലും. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, നിങ്ങൾ 1-ാം തരം ശാപ്പാട് ഉണ്ടാക്കിക്കൂ, ഏറ്റവും വലിയ മണിമാളിക ഉണ്ടാക്കിക്കൂ, ഈ ലോകത്തിൽ ഏറ്റവും വില കൂടിയ കാർ വാങ്ങിക്കൂ, നിങ്ങൾ ഏറ്റവും വില കൂടിയ സൂട്ട് ധരിച്ചു, നിങ്ങൾ ജീവിതത്തിന്റെ ഒരു അംശം രുചിക്കത്തില്ല. എന്നാൽ ഈ ആത്മശക്തി നിന്റെ മേൽ വരികയാണ്. ഇതിന്റെ രുചി വിശദീകരണങ്ങൾക്കാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവൻ പ്രിയമുള്ളവരെ നിങ്ങൾക്കാർക്കും നഷ്ടമാകരുത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ഈ നിറവ് ആവശ്യമാണ്. എല്ലാ നന്മകളുമുണ്ട്, പക്ഷെ നന്മകളൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനെ കർത്താവ് ഇതിന്റെ നടുവിൽ അയച്ചുകൊണ്ടിരിക്കണം. പിന്നെ നിന്നോട് പിന്നെയും ദൈവാത്മാവോട് നിന്റെ അരികിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി എനിക്ക് ശക്തമായി ബോധ്യം ലഭിക്കുന്നു. നിന്നെ നിറയ്ക്കുകയാണ്. സ്വർഗീയമായ സവിശേഷമാകുന്ന പല ഗുണമേന്മകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ നിറയ്ക്കുകയാണ്. വലിയ പാത്രങ്ങളിൽ നിന്റെ മേൽ പകരുന്നത് പോലെ സ്വർഗീയ വീടിന്റെ പകർച്ച നിന്റെ മേൽ ഉണ്ടാകുന്നു. സ്വർഗീയ എണ്ണയുടെ പകർച്ച നിന്റെ മേൽ ഉണ്ടാകുന്നു. ജീവിതത്തിന്റെ ഒരു വഴിത്തിരി വന്നതുപോലെ നിന്റെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്റെ ശക്തികൾ നിറയ്ക്കുകയാണ്. പറയട്ടെ, അതിശക്തമായ ദൂതന്മാരുടെ ഒരു സാന്നിധ്യം നിരതന്നെയായിരിക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആകാശ മണ്ഡലങ്ങളിൽ ദൈവദൂതന്മാർ, നിങ്ങളുടെ അരികിൽ ദൈവദൂതന്മാർ. ഈ വിശേഷമാകുന്ന ദൈവപ്രവർത്തികളുടെ നിമിഷമാണ്. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ, മതിലുകളുണ്ടെങ്കിൽ, ആരെങ്കിലും വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു. ദൈവപ്രവർത്തിയുടെ സമയമാണ്.
The fourth step is being baptized in the Spirit. ആത്മസ്നാനം, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. അപ്പോസ്തലപ്രവൃത്തി 1:5 കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 11:16 കാണുവാൻ കഴിയുന്നുണ്ട്. Being baptized in the Spirit. ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ഇതൊരു ബാപ്റ്റിസമാണ്. നിങ്ങളെല്ലാം സ്നാനപ്പെട്ടവരാണ്. ഭൂരിപക്ഷം പേര് സ്നാനപ്പെട്ടതാണ്. സ്നാനപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ശരീരം വെള്ളത്തിനകത്തേക്ക് പോയി മറഞ്ഞ് ശരീരം മുഴുവൻ നനഞ്ഞാണ് നിങ്ങൾ പുറത്ത്. എന്നാൽ ഈ ആത്മസ്നാനത്തിൽ ശരീരം മാത്രമല്ല നനയുന്നത്, നിന്റെ ആത്മാവും നിന്റെ മനസ്സും പരിശുദ്ധാത്മാവിനാൽ നനഞ്ഞ് കുതിരുവാൻ പോവുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ബാപ്റ്റിസം എന്ന വാക്കിന് യഥാർത്ഥത്തിൽ നിറം മാറ്റുന്ന ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഗ്രീക്കിൽ അത് ഉപയോഗിച്ചിരുന്നു. നിറം മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു തുണിയുടെ നിറം മാറ്റുന്നത്. വെള്ള തുണി മുക്കി നീല വെള്ളത്തിൽ മുക്കി പുറത്തെടുക്കുമ്പോൾ അത് നീലയായിത്തീരുന്നു എന്നതുപോലെ അത് അവർ ഉപയോഗിച്ചിരുന്നു എന്നത് ഇവിടെയും പ്രസക്തമാണ്. പരിശുദ്ധാത്മാവിലേക്ക് പോകുമ്പോൾ നീ ഒരു സാധാരണ മനുഷ്യനാണ്. ആ സാധാരണ മനുഷ്യൻ നീ പരിശുദ്ധാത്മാവിലേക്ക് പോയി മുങ്ങി സ്നാനപ്പെട്ട് പുറത്തു വരുമ്പോൾ നീ ഒരു അസാധാരണ മനുഷ്യനായി തീരുകയാണ്. ഇതിന്റെ പോസിബിലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഒരു കെട്ടും ഒരു ബന്ധനവും നിന്നെ തടയത്തില്ല. ഒരു പാപത്തിന്റെ ശക്തി നിന്നെ പ്രേരിപ്പിക്കുകയില്ല. ആമേൻ. നിന്റെ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന പ്രൊഹിബിറ്റഡ് സൈൻസ് എല്ലാം നീ അടിച്ച് പൊളിച്ച് തെറിപ്പിക്കുന്നു. അത്ര വലിയ ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. നിന്റെ കണ്ണെങ്ങനെയാണ് പാപം ചെയ്യുന്നത്? നിന്റെ കണ്ണെങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്? പോകത്തില്ല. നിന്റെ മേൽ, നിന്റെ കണ്ണിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ വലിയ ശക്തി സകല ജലീക ബന്ധനങ്ങളെയും പൊട്ടിക്കുന്ന ശക്തിയാണ്. സകല ലൈംഗിക പാപങ്ങളുടെ കേട്ടുകളെയും പൊട്ടിക്കുന്ന ശക്തിയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന പ്രകൃതിയാതീതമാകുന്ന ശക്തി. താഴോട്ട് പോയപ്പോൾ നാച്ചുറൽ ബീയിങ്, പക്ഷെ പുറത്തോട്ട് വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിനെ ക്യാരി ചെയ്യുന്നവനെ തീരുകയാണ്.